ചെയ്യാൻ പോകുന്ന ഏതാ 23/1/2023 നടന്ന SSCGD 2022 ഷിഫ്റ്റ് 3 ആണ്. മാത്സിൽ എല്ലാ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, വാട്ട് ഈസ് ദ കറക്റ്റ് അസെൻഡിങ് ഓർഡർ ഓഫ് ദിസ് ഫ്രാക്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആദ്യം എന്താ ബിയും സിയും എടുത്ത് കമ്പയർ ചെയ്യാം. ബിയും സിയും കമ്പയർ ചെയ്യുമ്പോൾ 4:9 ആണോ 4/9 ആണോ അതോ 11/18 ആണോ വരുന്നത് നോക്കാം. നമുക്കത് ചെയ്യണ്ട. അതായത് 11/18 ആണോ അതോ 5/8 ആണോ വരുന്നത് നോക്കാം. അപ്പം 11 × 8 ചെയ്താൽ എത്രയാണ്? 88 വരും. ഇവിടെ 18 × 5 ചെയ്യുമ്പോൾ എത്രയാണ്? 90 വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് വലുതെന്ന് മനസ്സിലായി. അപ്പോൾ ഓപ്ഷൻ സി തെറ്റാന്ന് മനസ്സിലായി. നമുക്ക് റാൻഡം ആയിട്ട് ഏതെങ്കിലും എടുക്കാം. അതായത് 4/9 1/4 കൊടുക്കാം. നോക്കിയപ്പോൾ എളുപ്പമാണ് ചെയ്യാൻ. അപ്പം 9 ആണ് ഇവിടെ വരുന്നത്, ഇവിടെ 16 ആണ് വരുന്നത്. അപ്പം ഈസി ആയിട്ട് മനസ്സിലായി 4/9 ആണ് വരുന്നത് മനസ്സിലായി. ഈ ഓപ്ഷനും പോയി. ഇനി ഒന്നുകൂടെ നോക്കാം. അതായത് ഈ ഓപ്ഷനിൽ 11/8 ആണോ 4/9 ആണോ വരുന്നത് നോക്കാം. 11/8 ആണോ 4/9 ആണോ വരുന്നത് നോക്കാം. അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 99 8 4 32 ആണ് ഇവിടെ വരുന്നത്. ഈസി ആയിട്ട് മനസ്സിലായി എന്താണ് 11/8 ആണ് വരുന്നത്. അപ്പം ഇതും തെറ്റാണ്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്തെ ബ്രാക്കറ്റിനകത്ത് എന്ത് ചെയ്ത് തുടങ്ങാം. അതായത് -a × -6 ചെയ്യുമ്പോൾ എത്രയാണ്? വെറും 6a വരും. 6a × -3 വരുമ്പോൾ -18 വരും. -18 × x എന്ന് പറയുന്നത് -18xa വരും. അതുപോലെ ഇവിടെ എന്താണ് ഇത് ബ്രാക്കറ്റിനകത്ത് ചെയ്യുമ്പോൾ -a × -3 ചെയ്യുമ്പോൾ വെറും 3a വരും. 3a × -3 ചെയ്യുമ്പോൾ -9a വരും. -9a × 6 ചെയ്യുമ്പോൾ എത്രയാണ്? -54 വരുന്നത്. അപ്പം -54a എന്ന് വരും. ഈക്വൽ ടു എന്താണ് വന്നേക്കുന്നത്? 6a എന്നാണ് വന്നേക്കുന്നത്. അപ്പം ഇവിടെ എ എടുത്ത് LHSന് ഞാൻ എ എടുത്ത് പുറത്തിടുവാം. അപ്പം a × -18x = 54 എന്ന് കിട്ടും. അപ്പം ഈക്വൽ ടു 6a ആണ്. അപ്പോൾ എയും കട്ട് ചെയ്ത് പോയി. അപ്പം -18x എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ്? 6 + 54 ആണ്. ഇവിടെ -18x = 60 എന്ന് വരും. x = 60/-18 വരും. വെട്ടിക്കളയുമ്പോൾ എത്രയാണ്? 10/-3 എന്ന് പറയും. അത് അല്ലെങ്കിൽ -10/3 എന്ന് പറയും. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ഞാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ HCF ആൻഡ് LCM ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 7ഉം 84ഉമാണ്. അതിലൊരു നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ് ഈസി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സ്ഥിരം ചെയ്യുന്ന ഫോർമുല തന്നെ. അതായത് ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ ഈക്വൽ ടു LCF × HCF എന്ന് എടുത്താൽ മതി. അപ്പോൾ സെക്കൻഡ് നമ്പർ കാണാൻ പറ്റും ഇതിനകത്ത്. കാരണം ഒരു നമ്പർ 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്പർ 7, സെക്കൻഡ് നമ്പറിനെ നമ്മൾ x എന്ന് എടുത്തോളാം. ഈക്വൽ ടു 7 × 84. അപ്പോൾ ഇവിടെ 7 വെട്ടിപ്പോയി. x ഈക്വൽ എന്താണ്? 84 തന്നെ കിട്ടും. സെക്കൻഡ് നമ്പർ 84. അപ്പോൾ ഇനി ഫസ്റ്റ് നമ്പർ കാണാൻ എന്ത് ചെയ്യണ്ട? 84 ൽ 7 മൈനസ് ചെയ്ത് കിട്ടാൽ മതി. 77 എന്ന് കിട്ടും. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 85% x - y എന്ന് പറയുന്നത് ഈക്വൽ ടു 35% x + y ആണ് തന്നിരിക്കുന്നത്. y ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 85/100 × x - y ഈക്വൽ ടു 35/100 × x + y. അപ്പം 100 വെട്ടിപ്പോയി. രണ്ട് സൈഡിൽ എന്താണ് 5 കൊണ്ട് കിട്ടും. അപ്പം ഇവിടെ 17 വന്നു. ഇവിടെ 7 5 35. അപ്പോൾ 7 വന്നു. ഇനി കയറ്റി മൾട്ടിപ്ലൈ ചെയ്തുള്ളൂ. അതായത് 17x - 17y =
7x പ്ലസ് 7y വന്നു. ഈ എക്സ് ഉള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാം, വൈ അല്ല വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവരാം. അപ്പം 17x മൈനസ് 7x എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? 7y പ്ലസ് 17y വരും. 10x ഈക്വൽ ടു എന്താണ്? 24y. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? y ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് എക്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എക്സിനെ ബേസ് ആക്കി നിർത്താം. അപ്പോൾ എക്സ് അടി വരണം. അപ്പോൾ y ബൈ എക്സ് വേണം നമ്മൾ എടുക്കാൻ. അപ്പം എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, 24 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം 24 ഇവിടെ വന്നു. അപ്പോൾ y ബൈ 10/24 എന്ന് പറഞ്ഞാൽ y ബൈ എക്സ് നൽകി. ഞാൻ 2 കൊണ്ട് കിട്ടും. അപ്പോൾ ഇവിടെ 5 വരും, ഇവിടെ 12 വരും. അപ്പം 5/12 ആണ്. 5/12 × 100 ചെയ്താൽ മതി നമുക്ക് പെർസെൻറ്റേജ് കിട്ടാൻ. എത്ര? 41.66% കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, ഒറ്റയടിക്ക് വേണേൽ കണ്ടുപിടിക്കായിരുന്നു. അതായത് എക്സ് പ്ലസ് വൈ ബൈ എക്സ് മൈനസ് വൈ എന്നുള്ള നമുക്ക് നേരിട്ട് കിട്ടുമായിരുന്നു. എന്താണ്? 17/7 കിട്ടുമായിരുന്നു. എക്സ് പ്ലസ് വൈ ബൈ എക്സ് മൈനസ് വൈ തന്നിട്ടുണ്ട്. അതിനകത്ത് എക്സ് ബൈ വൈ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ എന്ന് പറയുന്നൊരു ഫോർമുല ഉപയോഗിച്ചാൽ മതി. അപ്പോൾ കമ്പോണൻറ്റ് ഡിവിഡൻറ്റോ ഉപയോഗിക്കുമ്പം അതായത് എക്സ് പ്ലസ് വൈ ബൈ എക്സ് മൈനസ് വൈ തന്നിട്ടുണ്ടെങ്കിൽ എക്സും വൈയും കാണാനാണ് നമ്മൾ കമ്പോണൻറ്റ് ഡിവിഡൻറ്റോ ഉപയോഗിക്കുന്നത്. പേര് കേട്ടിട്ട് പേടിയൊന്നും വേണ്ട. എക്സും വൈയും കണ്ടുപിടിക്കാൻ 17 + 7 ഇത് രണ്ടും കൂടെ കൂട്ടുക. 17 + 7 കൂട്ടുമ്പോൾ 24 വരും. അതിൻ്റെ പകുതി എടുക്കുക. അത് എത്രയാണ്? 12. എക്സിൻ്റെ വാല്യൂ 12. ഇനി വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ അത് രണ്ടും കൂടെ കുറയ്ക്കുക. 17 - 7 ചെയ്യുമ്പോൾ 10 കിട്ടും. അതിൻ്റെ പകുതി എടുത്തോളുക. അപ്പോൾ എന്താ? 5 എന്ന് വരും. ഇതാണ് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ. നേരിട്ട് കിട്ടി. ഈ ഫോമിൽ ഒരു സാധനം തന്നിട്ടുണ്ട്. അത് ഈ ഫോമിലേക്ക് ആക്കണമെങ്കിൽ എന്താണ്? അത് ചെയ്താൽ മതി. ഒന്നുകൂടെ പറഞ്ഞുതരാം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 17 + 7 കൂട്ടുക. അപ്പോൾ 24 വരും. 24/2 ചെയ്യുമെന്ന് പറഞ്ഞാൽ 12. ഇനി വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നെങ്കിൽ എന്താണ്? 17 - 7 ചെയ്യുക, എന്നിട്ട് /2 ചെയ്യുക. അപ്പം 10/2 എന്ന് പറയുന്നത് 5 വരും. ഒന്ന് കൂട്ടിയിട്ട് /2 കൊടുക്കുകയാണെങ്കിൽ ഒന്ന് കുറച്ചിട്ട് /2 കൊടുക്കുക. നേരത്തെ ഇനി ചെയ്ത പോലെ തന്നെ. കാരണം എക്സിനെ സംബന്ധിച്ചാണ് വൈക്ക് എത്ര കൂടുതലാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വൈ മുകളിൽ എഴുതുക, എക്സ് എത്ര 5 എന്ന് എഴുതുക. × 12 × 100 കൊടുത്തോളാം. ചെയ്യുമ്പോൾ എത്ര? 41 & 2/3 വരും. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? രാമുവിൻ്റെ സാലറി മറ്റേ പുള്ളിയുടെ സാലറികളും 10% കുറവാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാമു ഈ പുള്ളി. അപ്പം 10% കുറവെന്ന് പറയുമ്പോൾ 10% നമുക്ക് 1/10 എന്ന് എടുക്കാം. ഇങ്ങനത്തെ സാലറി 10 ഉണ്ടെങ്കിൽ 1 കുറഞ്ഞ് 9 ഉള്ളൂ എന്ത്? രാമുവിൻ്റെ സാലറി. അപ്പം ബൈ വാട്ട് പെർസെൻറ്റേജ് ഭീമ സാലറി ഈസ് മോർ ദാൻ രാമു സാലറി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം രാമുവിൻ്റെ സാലറി അപേക്ഷിച്ച് ഭീമയുടെ സാലറി എത്രയാണ് കൂടുതലുള്ള? 1 കൂടുതൽ. അത് എത്രയിലാണ് കൂടുതൽ? രാമുവിൻ്റെ സാലറിനെ അപേക്ഷിച്ചെന്ന് പറഞ്ഞു. അപ്പം 1/9 × 100. 1/9 × 100ൻ്റെ ആൻസർ എത്ര? 11 ആൻഡ് 1/9% ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം മാനുഫാക്ചറർ 10% ലാഭത്തിനാണ് ഡിസ്ട്രിബ്യൂട്ടറിന് വിൽക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ 5% ലാഭത്തിനാണ് കൺസ്യൂമറിന് വിൽക്കുന്നത്. അപ്പം കൺസ്യൂമർ കൊടുക്കുന്ന പൈസ ഇതാണെങ്കിൽ ഡിറ്റർമൈൻ ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ മാനുഫാക്ചർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 10% നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 1/10 എന്ന് എഴുതാൻ പറ്റും. അതായത് 10 രൂപയുടെ സാധനം 11 രൂപയ്ക്ക് വിറ്റു. ഇനി 5% നമുക്ക് എഴുതാൻ പറ്റുന്നത് 1/20 എന്ന് എഴുതാൻ പറ്റും. 1/20 എന്ന് എഴുതാൻ പറ്റും. അതായത് 20 രൂപയുടെ സാധനം 21 രൂപയ്ക്ക് വിറ്റു. നമുക്ക് ആദ്യം അപ്പോൾ മാനുഫാക്ചർ പ്രൈസ് കണ്ടുപിടിക്കണം. അതായത് എക്സ് എന്നുള്ളതാണ് മാനുഫാക്ചർ പ്രൈസ്. അത് × 11/10 × 21/20 എന്ന് പറയുന്നത് എത്രയാണ്? 11,500 വരും. ഇവിടെ വെട്ടിപ്പ് പോകാനൊന്നുമില്ല അല്ലേ? അപ്പം 11,500 × 200/11 × 21 ആണ് എന്ത്? ഈ സാധനം ഉണ്ടാക്കാനുള്ള ചിലവ് വരുന്നത്. അതായത് കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് CM എന്നതാണ്.
ഇതിൻ്റെ 10% എന്ത് മാനുഫാക്ചർക്ക് ലാഭമായിട്ട് കിട്ടുന്നത്. അപ്പം ഇൻറ്റു 1/10 ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പം 0 കട്ട് പോയി. ഇവിടെ നമുക്കിത് ഡിവൈഡ് ചെയ്ത് നോക്കാം. അതായത് 11,500 ഡിവൈഡ് ബൈ 11 ചെയ്യുമ്പോൾ എത്രയാണ്? 11 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 110 മനസ്സിലായി. അപ്പോൾ അവിടെ ആദ്യം നമുക്ക് 10 ഇടാം. 110 15 പോയാൽ എത്രയാണ്? 5 റിമൈൻഡർ വരും. അപ്പോൾ ഇവിടെ 5 റിമൈൻഡർ വന്നു. അപ്പോൾ ഇനി 44 വരണം. അതായത് 11 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 44 വരും. അപ്പോൾ 6 റിമൈൻഡർ വരും. അപ്പോൾ 6 ഇവിടെ എഴുതി. ഇനി എന്താണ്? 11 ഇൻറ്റു 5 ചെയ്താൽ 55 വരും. അപ്പം 5 ഇവിടെ എഴുതി. റിമൈൻഡർ പിന്നെ 6 വന്നു. 6 5 വന്നു. അപ്പം റിമൈൻഡർ 5 വന്നു. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്ത് 50 ആക്കി. പിന്നെ എന്താണ്? 4 വരും. ഒരു കാര്യം മനസ്സിലായി. 10.45.45 എന്ന് പറഞ്ഞ് ടെർമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ 10.45 ഇൻറ്റു 2/21 ചെയ്ത ആൻസർ കിട്ടും. 10.45 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 20 90.9 വരും. അപ്പോൾ ഇത് ഡിവൈഡ് ബൈ 21 ചെയ്യാൻ നേരത്ത്, അപ്പം ഇത് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് 21 ഇൻറ്റു 10 ചെയ്താൽ എന്താണ്? 2100 വരും. പക്ഷെ നമുക്ക് അത്ര വേണ്ട, ഒരു 10 കുറവ് വന്നാൽ മതി. അപ്പം നമുക്ക് മനസ്സിലായി 9 പോകുള്ളൂ എന്ന് മനസ്സിലായി. 890 വരും. 189 ഇടുന്നാൽ മതി. 9 ചെയ്യുമ്പോൾ 189 വരും. 209 189 കുറച്ച് എത്രയാണ്? വേണ്ട എത്ര? 20 വരും. അപ്പോൾ പിന്നെ എന്താണ്? 209 തന്നെ വരും. ഒരു 9 വരും. ഇത്രയും കിട്ടിയ ശരി നമുക്ക് ഓപ്ഷനിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ 9 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 9 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒറ്റ ഓപ്ഷനുള്ളൂ, ഓപ്ഷൻ സി 99.5. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? 28% ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം സെല്ലിംഗ് പ്രൈസ് 13,392. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് ചോദിച്ചേക്കുന്നത്? അതായത് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 28% ഡിസ്കൗണ്ട് കൊടുത്തത്. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? 72% ബാക്കിയുള്ളത്. 72/100 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? 13,392 എന്നുള്ളത്. അങ്ങനെയാണ് MP എത്രയാണോ ചോദിച്ചേക്കുന്നത്. 13,392 72 ഞാൻ 2 വെച്ച് കിട്ടുമ്പോൾ എത്രയാണ്? 6,696 വരും. ഇവിടെ 36 വരും. ഒരു തവണയും കൂടെ 2 കൊണ്ട് വെട്ടാം. അപ്പം 3,348. ഇവിടെ എത്രയാണ്? 36ൻ്റെ പകുതി എന്ന് പറയുന്നത് 18 വരും. രണ്ട് സൈഡിലും 3 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 3 വരും. അല്ല 3 കൊണ്ടല്ല, 6 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 3 വരും. ഇവിടെ എന്താ? ഇവിടെ 3 അല്ല 558 വരും. 558/3 എന്ന് പറയുന്നത് എത്രയാണ്? 186. അപ്പം 186 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര? 2 0 ഇട്ടുള്ളൂ. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. 18,600 മാർക്കറ്റ് പ്രൈസ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഈ പുള്ളി എന്താ? 15 പെൻസിൽ 12 രൂപയ്ക്ക് വാങ്ങി. അപ്പം ഒരു പെൻസിലിൻ്റെ വില എത്രയാണ്? 12/15. ഇയാളത് വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? ഇത് കോസ്റ്റ് പ്രൈസ്, ഇത് സെല്ലിംഗ് പ്രൈസ്. വിൽക്കുന്നത് 1.5 രൂപയ്ക്കാണ്. അതായത് 3/2 എന്ന് എടുക്കാം. ഒരു പെൻസിൽ വിൽക്കുന്നത് 3/2 രൂപയ്ക്കാണ്. അപ്പം സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 3/2 മൈനസ് 12/15 ചെയ്താൽ എന്താ സംഭവിക്കുക? അപ്പം 15 × 3 ചെയ്യുമ്പം എത്രയാണ്? 45 വരും. മൈനസ് 12 × 2 എന്ന് പറയുന്നത് 24/30 പ്രോഫിറ്റ് വരുന്നത്. ഇവിടെ ഒരു പെൻസിലിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 21/30 ഒരു പെൻസിലിൻ്റെ പ്രോഫിറ്റ്. അപ്പം പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടും. അപ്പം പ്രോഫിറ്റ് 21/30/100
12/15 ഇൻറ്റു 100 ചെയ്താൽ മതി. ഇവിടെ എന്തെങ്കിലും തിരിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്ത് കയറി പോകും. അതായത് 12/15 എന്നുള്ളതാണ് 15/12 ആവും. അപ്പോൾ ഇത് 1 2 ആയിട്ട് വെട്ടിപ്പോവും. 21/24 ഇൻറ്റു 100 വരും. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാൻ പറ്റും എന്താണ് 24/24 12 100%. അപ്പം എന്നായാലും 46% വരത്തില്ല, 64% വരത്തില്ല. ക്ലോസ് ടു 90% കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിയ രക്ഷയുള്ളൂ. 2100 × 24 ചെയ്യുമ്പം 24 × 10 ചെയ്താൽ 240 വരും. പക്ഷേ ഇവിടെ എന്താ 210 ഉള്ളൂ. ഒരു കാര്യം മനസ്സിലായി, എന്താണ് 9 പോവുള്ളൂ. 240 24 കുറച്ച് എത്രയാണ്? 240 20 കുറച്ചാൽ 220. 220 4 കുറച്ച് 216 വരും. പക്ഷേ നമുക്ക് മനസ്സിലായി 9 പോവില്ല, അപ്പം 8 പോവുള്ളൂ. അപ്പം 24 × 8 ചെയ്യുമ്പം 216 ഒരു 24 കൂടെ കുറച്ചുകൂടാ 192 വരുന്നത്. അപ്പം 192 210 192 മൈനസ് ചെയ്താൽ എത്രയാണ്? 18 റിമൈൻഡർ. അപ്പം 180 വരും. 24 × 8 ചെയ്താൽ എത്രയാണ്? 192 വരും. അപ്പം അതിലും താഴെ വരത്തുള്ളൂ. അപ്പോൾ 24 × 7 ചെയ്യുമ്പോൾ 168 വരുന്നുള്ളൂ. അപ്പം 87 വന്നു. അപ്പം 187 180 168 പോയാൽ എത്രയാണ്? 180 168 പോയാൽ 12 വരും. ഇപ്പോൾ റിമൈൻഡർ 12 വന്നു. 87 സംതിങ് വരുന്നതെന്ന് മനസ്സിലായി. 87.50 എന്ന് പറഞ്ഞ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? സിംഗിൾ ഡിസ്കൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യം 25% കൊടുത്തു, പിന്നെ 28% കൊടുത്തു. രണ്ടും കൂടെ ചേർത്ത് ഒറ്റ ഡിസ്കൗണ്ട് ആക്കണം. അപ്പോൾ സക്സസീവ് ചെയ്താൽ മതി. അതായത് 25 + 28 - 25 × 28/100. 25 28 കൂടെ കൂട്ടുമ്പോൾ 78 - 25 × 28 ചെയ്യുമ്പോൾ 25 × 25 ചെയ്യുമ്പോൾ എത്ര? 625. ഇവിടെ 3 25 കൂടെ കൂട്ടുക, അതായത് 75 കൂടെ കൂട്ടുക. അപ്പോൾ 700 അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് /100. അപ്പോൾ 78 ന്ന് 7 പോയാൽ 71 ആൻസർ വരുന്നത്. ഓപ്ഷൻ എവിടെ തെറ്റിപ്പോയല്ലോ? ശരിയെന്താ തെറ്റിപ്പോയെ? 25 28 കൂടെ കൂട്ടിയിട്ട് എങ്ങനെ 78 വന്നു? ഞാനത് 50 ഓർത്ത്. 25 വരെ 50 എടുത്തു. 25 28 കൂടെ കൂട്ടുമ്പോൾ 53 വരുന്നത്. 53 ന്ന് 7 മൈനസ് ചെയ്താൽ എത്രയാണ്? 46 ബാക്കി ഉണ്ടാവുക. അപ്പം 46% ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഈ പുള്ളിക്കായിട്ട് 25,000 രൂപ ലോൺ എടുത്തു. 12% പെർ ആനം പലിശ. പക്ഷേ എന്താണ്? കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണ്. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എത്ര ഇൻട്രസ്റ്റ് അടക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്. 12% പെർ ആനം എന്ന് പറയുന്നത് 4 ഒരു വർഷത്തിൽ 4 തവണയാകുമ്പോൾ എത്രയാണ്? 12/4 എന്ന് പറയുമ്പോൾ 3% വെച്ചാണ്. ഇത് ചെയ്യാൻ നമുക്കൊരു എളുപ്പവഴി ചെയ്യാം. അതായത് 4 തവണ കോമ്പൗണ്ട് ചെയ്യുന്ന വന്നേക്കാം. 4 തവണ കോമ്പൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 11ന്റെ 4th raised to 4 എടുക്കാം. അത് എത്രയാണ് വരുന്നത്? അതെന്ന് പറഞ്ഞാൽ 1 4 6 4 1 എന്ന് വരും. ഇത് 11ന്റെ ഏതൊരു റേസ് ടു എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അത് പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയും. അപ്പോൾ ആദ്യം ഇവിടെ ഒരു 1 ഇട്ടോളാം, ഇവിടെ ഒരു 11 ഇട്ടോളാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ? 11ന്റെ റേസ് ടു 2 കാണാം, രണ്ട് സൈഡിൽ ഒരു 11 ഇട്ട് കൊടുത്തോളാം. എന്നിട്ട് ഇതും കൂടെ അങ്ങ് ആഡ് ചെയ്തോളാം. അപ്പോൾ എത്ര വരുന്നത്? 1 2 വരും. ഇനി 11ന്റെ റേസ് ടു ക്യൂബ് കാണാൻ തന്നെ ചെയ്യണ്ടേ? രണ്ട് സൈഡിൽ ഒരു 11 ഇട്ട് കൊടുത്തോളാം. പിന്നെ ഈ നടുക്ക് കിടക്കുന്നതെല്ലാം ആഡ് ചെയ്ത് വിട്ടോളാം. 2 1 3, ഇവിടെ 2 1 3. 11ന്റെ റേസ് ടു 4 കാണാൻ തന്നെ ചെയ്യണ്ടേ? രണ്ട് സൈഡിലും 11 ഇട്ട് കൊടുത്തോളാം. 3 1 4 3 3
6 3 1 4 ഈ സാധനമല്ലേ ഇത് നോക്കി. ഇത് വെച്ചാണ് ഇപ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിനെ അങ്ങനെ തന്നെ എടുത്തെഴുതുക. 1 4 1 4 1 4 4 6 4 1 ആണ്. തൽക്കാലം ഈ 1ന് നമുക്ക് ആവശ്യമില്ല, ബാക്കി എടുത്താൽ മതി. ഞാൻ ചെയ്യാൻ പോകുന്നത് 25,000-ൻ്റെ 3% എടുക്കാൻ പോകും. അപ്പോൾ എത്രയാണ്? 750 × 3 ചെയ്യുമ്പോൾ 750 വരും. ഈ 750 4 തവണ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്രയാണ്? 3000 ആവും. അപ്പോൾ 750 × 4 ചെയ്യുമ്പോൾ 3000 വരും. ഇനി അടുത്ത് 750-ൻ്റെ 3% എടുക്കാൻ പോകാം. 750 × 3/100 ചെയ്യണം. 0 0 കട്ട് ചെയ്ത് പോയി. 75 × 3 ചെയ്യുമ്പോൾ 725 വരും. 725/10 ചെയ്യുമ്പോൾ 22.5. 22.5 അതായത് 22.5 × 6 ചെയ്യണം. അപ്പം 135 കൂടും. ഇനി എന്താ, ഈ 22.5-ൻ്റെ 3% എടുക്കണം. ഇൻറ്റു 3/100 അത് ഇൻറ്റു 4 ചെയ്യണം. നമുക്ക് ഇത് ചെയ്തപ്പോൾ തന്നെ ആൻസർ കിട്ടി. കാരണം ഇനി അങ്ങോട്ട് ചെയ്ത് 3135-ന് മുകളിലാണെന്ന് മനസ്സിലായി. അപ്പം 3135-ന് മുകളിൽ ഈ ഓപ്ഷൻ അതിന് താഴെയാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് താഴെയാണ്. ഇത് രണ്ടും ഒരേ ഓപ്ഷനാണ്. 3137. അപ്പം 3137.72 ഉത്തരം വരുന്നത്. ഇത് രണ്ടും ഒരേ ഓപ്ഷൻ തന്നെയാണ്, ബിയും ഡിയും. മുമ്പോട്ട് ചെയ്തു പോകേണ്ട കാര്യമില്ല ശരിക്കും. അപ്പം 22.5 × 3/100 ചെയ്യുമ്പം 0.675 വരുന്നത്. അത് ഇൻറ്റു 4 ചെയ്യുമ്പം 2.7 കൂടത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ 2.7 കൂടും. ഇനി അങ്ങോട്ട് പോകും തോറും ഇത് ചെറുതായി വരും. ഇനി ഇവിടെ സക്സസീവ് വേണമെങ്കിൽ എടുത്ത് ചെയ്യാം. പക്ഷേ സക്സസീവ് എടുത്ത് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3%. ഇത് രണ്ടും കൂടെ ആദ്യം കമ്പൈൻ ചെയ്യണം. അപ്പം 3 + 3 + 3 × 3/100 വരും. അപ്പോൾ 6 + 9/100 വരും. അതായത് 0.09 വരും. ഇവിടെ 6.09 വരും. അതേസമയം ഇവിടെ എന്താ വരും? ഇവിടെ 6.09 ആണ് വരുന്നത്. ഇത് രണ്ടും കൂടി ഇനി കമ്പൈൻ ചെയ്യുമ്പോൾ എത്ര വരിക? അതായത് 6.09 + 6.09 + 6.09 × 6.09/100 ചെയ്യണം. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 12.80 പ്ലസ് നമുക്ക് 6 × 6 0.36 എടുക്കാം. എന്നിട്ട് കൂട്ടാം. 12.80 പ്ലസ് 0.36 ചെയ്യുമ്പോൾ 12.54 ആണ് എഫക്റ്റീവായിട്ട് വരുന്നത്. അപ്പോൾ 25,000-ൻ്റെ 12.4/100 എടുത്താൽ മതി ആൻസർ കിട്ടാൻ. അതായത് അപ്പം ഏകദേശം 3135 കിട്ടും. ക്ലോസ് ഓപ്ഷനൊക്കെ ആണെങ്കിൽ ഇത് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താണ്, നമുക്ക് എസ്റ്റിമേഷൻ ചെയ്യേണ്ടി വരും. ഇപ്പം 3135 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഈ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ നമ്മളത് എടുക്കുകയുള്ളായിരുന്നു സക്സസീവ് വെച്ച് ചെയ്യുമ്പോൾ. ഞാൻ എടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ ആ രീതി തന്നെ ചെയ്യാം. അതായത് 11-ൻ്റെ 4th സ്ക്വയർ എടുക്കുമ്പോൾ എത്രയാണ്? 1 4 6 4 1. നമുക്ക് 1നെ ഒഴിവാക്കാം. ഇനി എന്താ, 14% ഇതാണെന്ന് പറയാം. 14% ഇൻട്രസ്റ്റ്. അത് 2 വർഷത്തേക്ക് ഹാഫ് ഇയർലിയാണ്. അപ്പം 14 ÷ 2 ചെയ്യുമ്പം 7% വെച്ച്
6 മാസം കൂടുമ്പം 4 തവണ അടയ്ക്കണം. അപ്പോൾ ഒരു വർഷത്തിൽ 7% വെച്ച് 2 തവണ അടയ്ക്കണം. അപ്പം ഈ 4 ലക്ഷം അല്ലേ, 4 ലക്ഷം 4×5 അപ്പോൾ ഇൻറ്റു 7/100 ചെയ്യുക. അപ്പോൾ വെട്ടിക്കളയുമ്പോൾ 28,300 വരും. 28,300 ഇൻറ്റു 4 ആണ് 28 ഇൻറ്റു 4 ചെയ്യണം. അപ്പോൾ 28 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 112 വരും. അതിനൊരു 30 ഇട്ടോളൂ. പ്ലസ് ഇനി എന്താ 28,000-ൻ്റെ 28,000-ൻ്റെ 7% എടുക്കണം. അപ്പോൾ 28,000-ൻ്റെ 7/100 എടുക്കുമ്പോൾ 196 വരും. 196 ഒരു 0 ഇൻറ്റു 6 ചെയ്യണം. 11,760 വരും. ഇനി ഈ 1960-ൻ്റെ 7% എടുക്കണം. അതെത്രയാണ്? 137.2 വരും. അത് ഇൻറ്റു 4 ചെയ്യുമ്പോൾ പ്ലസ് 548.8 വരും. തൽക്കാലം എന്താ ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കാം. കൂടെ കൂട്ടിയെടുക്കുമ്പോൾ എത്ര? 1,24,308.8 വരും. ഇത് കണ്ടപ്പോൾ എനിക്ക് 2 ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാൻ പറ്റി. ഇതും കട്ട് ചെയ്ത് കളയാൻ പറ്റി. ഇതിനകത്തിന് ഏത് വേണമെങ്കിലും ആവാം. അതിനുവേണ്ടി എന്താ ബാക്കിയും കൂടെ ചെയ്ത് നോക്കേണ്ട വരും. അപ്പം ഇനി 137.2 കേട്ടോ ഇൻറ്റു എന്താ 7/100 ചെയ്യണം. 7/100 ചെയ്യുമ്പോൾ എത്രയാണ്? 9.6 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താ ഒരു 9.6 കൂടെ കൂട്ടണം. അപ്പോൾ 9.6 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 1,03,818 സംതിങ് വരും. 118 സംതിങ് വരും. അപ്പം ഓപ്ഷൻ സി ആണ് വരുന്നത്. നല്ല കാൽക്കുലേറ്ററുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്കാദ്യം ചെയ്തപ്പോൾ തെറ്റിപ്പോയി. ഞാൻ രണ്ടാമത് കാൽക്കുലേറ്റർ ചെയ്തെടുക്കുകയും ചെയ്ത്. പ്രത്യേകിച്ച് ഈ പാർട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ശ്രദ്ധ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും തെറ്റും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻകം ഓഫ് ടീന ആൻഡ് ഷീന എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2:3. ഇൻകത്തിൻ്റെ റേഷ്യോ, അതിന് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട്. അതെത്രയാണ്? എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ 3:5 ആണ്. അപ്പോൾ ഇവർ ആൻഡ് ഈച്ച് സേവ്സ് 1000 രൂപ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ദെൻ ടീനാസ് ഇൻകം എത്രയാണെന്ന് ചോദിച്ചത്. ഇവിടെ നമുക്ക് ചെയ്യാനൊരു ട്രിക്ക് ഉപയോഗിക്കാം. അതായത് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 5 × 2 10, 3 × 3 9 വരും. അപ്പം 10 - 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 എടുത്ത് ഇവിടെ എഴുതുക. അതുപോലെ 1000 × 3 ചെയ്യുമ്പോൾ 3000 വരും. അപ്പം 3000 - 5000 വരും. അല്ലെങ്കിൽ 5000 - 3000 വരും. അതെത്രയാണ്? 2000 വരും. അപ്പം ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 2000. അപ്പോൾ 2 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 4000. ഇതാണ് ആൻസർ വരുന്നത്. ഈ ഫോമിൽ തന്നേക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഷീനയെ കണ്ടെങ്കിൽ എത്രയാണ്? ഈ 2000 ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ 3000 × 2000 ചെയ്യുമ്പോൾ 6000 വരും. നമ്മളോട് ഇൻകം ഓഫ് ടീനയാണ് ചോദിച്ചേക്കുന്നതുകൊണ്ട് 4000 ആണ് കറക്റ്റ് ആൻസർ വരും. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് അലിഗേഷൻ വെച്ച് ചെയ്യുന്ന ചോദ്യം. അതായത് വെറൈറ്റി എയും ഉണ്ട് വെറൈറ്റി ബിയും ഉണ്ട് ആസിൻ്റെ കാര്യത്തിൽ. അപ്പം വെറൈറ്റി എ 80 രൂപയാണ്. വെറൈറ്റി ബി എന്ന് പറഞ്ഞാൽ എത്ര? 100 രൂപയാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 92 രൂപയ്ക്കാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം റേഷ്യോ എടുക്കണമെന്നാണ് ചോദിച്ചത് നമ്മളോട്. അപ്പോൾ ഇത് 100 ൽ 92 മൈനസ് ചെയ്താൽ എത്ര? 8 വരും. 80 ൽ 92 പോയാൽ എത്ര? 12 വരും. വെട്ടി കളഞ്ഞാൽ എത്രയാണ്? 4:6 2:3 വരും. അപ്പം എയിൽ നിന്ന് 2 ലിറ്ററും ബിയിൽ നിന്ന് 3 ലിറ്ററും വേണം എടുക്കാൻ. ലിറ്ററല്ല, എന്താണ് 4 ലിറ്ററാണ് തന്നേക്കുന്നത്. അപ്പം അങ്ങനെ എടുത്താൽ ഇത് 92
ആവത്തുള്ളൂ ആവറേജ് പ്രൈസ്. ഓപ്ഷൻ സി 2:3 ആണ് ആൻസർ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, മോഹിത്തും ശിവവും കൂടെ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 4 ദിവസം കൊണ്ട് ചെയ്യും. അതേസമയം ശിവവും മുകേഷും കൂടെ ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 5 ദിവസം കൊണ്ട് ചെയ്യും. ഇനി തന്നിരിക്കുന്നതാണ് മോഹിത്തും സുമേഷും കൂടെ മുകേഷും കൂടെ ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 6 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ ഇവരുടെ ടോട്ടൽ വർക്ക് എത്രയാണ്? അപ്പം ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ 60 വരും. അപ്പം 60/4 ചെയ്താൽ എത്ര വരുന്നത്? 15 വരും. അതേസമയം 60/5 ചെയ്യുമ്പോൾ എത്രയാണ്? 12. 60/6 ചെയ്യുമ്പോൾ 10 വരും. അപ്പം ഇവരുടെ എഫിഷ്യൻസിയും കിട്ടി എത്രയാണ്? 15, 12, 11. പിന്നെ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ 60 മൊത്തം വർക്ക് ഡിവൈഡ് ബൈ 10, 22, 10, 32, 37 വരും ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം 60/37 ചെയ്യുമ്പം ഓപ്ഷനിൽ കൊടുക്കുന്ന ആൻസർ ഒരു അബദ്ധം പറ്റി. ഇവിടെ എന്താണ്, ഇതെല്ലായിടത്തും 2 തവണ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, സുമേഷ് 2 തവണ വന്നിട്ടുണ്ട്, മുകേഷ് 2 തവണ വന്നിട്ടുണ്ട്. അപ്പം ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? 37/2 ആണ്. 37/2 ആണ്. അപ്പം ഇതെന്നാ സംഭവിക്കുന്നത്? 60 × 2/37 വരും. അതായത് 120/37 ഇത് ആൻസർ കിട്ടും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യാൻ നേരത്തെ എന്താ വരുന്നത്? 37 × 3 ചെയ്താൽ മതി. അതായത് 37 × 3 ചെയ്യുമ്പോൾ 111 വരും. അപ്പം 3 തവണ പോകുള്ളൂ 120. അപ്പം 111 വരും. 120 111 പോയാൽ എത്ര? 9 ബാക്കി 37. അപ്പം 3 and 9/37 ആണ് ആൻസർ. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? A+B+C ക്യാൻ ഡു എ വർക്കിന് എത്ര? 9 ദിവസം കൊണ്ട് ചെയ്യും. അതേസമയം ബി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 18 ദിവസം കൊണ്ട് ചെയ്യും. പിന്നെ തന്നേക്കുന്നത് എഫിഷ്യൻസിയുടെ റേഷ്യോയ B/C എഫിഷ്യൻസിയുടെ റേഷ്യോ തന്നേക്കുന്നത്. അപ്പോൾ തന്നേക്കുന്നത് ഇഫ് ബി ടേക്സ് 33.33 ലെസ് ടൈം ദാൻ സി, ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ സി ടു കംപ്ലീറ്റ് ദ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എഫിഷ്യൻസിയുടെ റേഷ്യോയുടെ ടൈമിൻ്റെ റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 33.33 എന്ന് പറയുന്നത് നമ്മൾ 33.33 എന്നുള്ളത് നമ്മൾ പെർസെൻറ്റേജ് പഠിച്ചു. എന്താണ്? 1/3 ആണ്. ഇവിടെ അപ്പം സി 3 മണിക്കൂർ എടുക്കുമെങ്കിൽ 1 മണിക്കൂർ പോവേ ബി എടുക്കുള്ളൂ. 2/3 ആണ് ഇവരുടെ ടൈമിൻ്റെ റേഷ്യോ. അപ്പോൾ ടൈമിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ എഫിഷ്യൻസിയുടെ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നു? അതായത് ടൈം എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസിയാണ്. അപ്പം ടോട്ടൽ വർക്ക് ഇവിടെ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ എഫിഷ്യൻസി ടൈമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എഫിഷ്യൻസിയുടെ റേഷ്യോയുടെ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പം ഇവിടെ 3/2 വരും. ഇതാണ് ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ. ഇനി നമുക്ക് ഇവിടെ ടോട്ടൽ വർക്ക് കാണാം. ഇവിടെ ടോട്ടൽ വർക്ക് കാണുമ്പോൾ എത്രയാണ്? 18 തന്നെയാണ് ടോട്ടൽ വർക്ക് വരുന്നത്. LCM 18 ആണ്. 18/9 കഴിയുമ്പോൾ ഇവിടെ എഫിഷ്യൻസി 2, ഇവിടെ എഫിഷ്യൻസി 1 വരും. ഇത് മാച്ച് കളയുക. ഇനി ഇവിടെ ഈ എഫിഷ്യൻസി, അതായത് ഈ 3ൻ്റെ വാല്യൂ എത്രയാണ് ഉണ്ടെങ്കിൽ 3ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടെങ്കിൽ ഇവിടെ 1 ആണ്. ഇപ്പോൾ ഇവിടെ 1ൻ്റെ വാല്യൂ എന്താ? 1/3 ആണ്. അപ്പം 2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 2 × 1/3 ആണ്. അപ്പം സിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 2/3 ആണ്. ഇനി എന്താണ്? ഇനി ഈ ടോട്ടൽ വർക്ക് 18 ചെയ്യാൻ സി തന്നെ എത്ര നേരം എടുക്കാൻ പറഞ്ഞത്? അപ്പം 18/2/3 അഥവാ 18 × 3 ചെയ്താൽ മതി. അപ്പോൾ എത്ര വരുന്നത്? 2 × 9 ചെയ്യുമ്പോൾ 18 വരും. 9 × 3 ചെയ്യുമ്പോൾ 27 വരും. ആൻസർ ഓപ്ഷൻ ഡി 27. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? സർക്കുലർ ട്രാക്ക് 1200 മീറ്ററാണ്. സ്പീഡ് തന്നേക്കുന്നത് എന്താ? 27 km/h, 45 km/h. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് മീറ്റിംഗ് ടൈമാണ് ചോദിച്ചേക്കുന്നത്.
വെൻ ദേ ആർ റണ്ണിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് പോയിൻ്റ് കാണാൻ എന്താ ചെയ്യണ്ടേ? ഡിസ്റ്റൻസ്, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് ഡിസ്റ്റൻസ് ചെയ്താൽ മതി. ഡിസ്റ്റൻസ് അല്ല, റിലേറ്റീവ് സ്പീഡ് ചെയ്താൽ മതി. അതായത് 1200 മീറ്റർ ഡിവൈഡ് ബൈ റിലേറ്റീവ് ഡിസ്റ്റൻസ് എത്രയാണ്? 27 km/h, 45 km/h. 45 27 പോയാൽ എത്ര? 18 km/h. അപ്പോൾ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. അപ്പോൾ 5/18 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 20 വെട്ടിപ്പോയി. 1200 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്ര? 240 സെക്കൻഡ് എന്ന് കിട്ടും. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പം ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 13 സെക്കൻഡ് കൊണ്ട് 26 സെക്കൻഡ് കൊണ്ടും 2 ട്രെയിൻ, അത് ഈക്വൽ ലെങ്ത് ആണ്, ഒരു പോളിനെ പാസ് ചെയ്യാൻ എടുക്കുന്ന സമയം തന്നിരിക്കുന്നത്. അതാണ് ഇഫ് ദീസ് ട്രെയിൻസ് ആർ മൂവിങ് ഇൻ സെയിം ഡയറക്ഷൻ ദെൻ ഹൗ ലോങ് വിൽ ദേ ടേക്ക് ടു ക്രോസ് ഈച്ച് അതർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു അതായത് ഇപ്പോൾ 2 ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. സെയിം ഡിസ്റ്റൻസ് ആണ് 2 ട്രെയിനും. എന്നിട്ട് ടൈമിൻ്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, എയുടെയും ബിയുടെയും. അപ്പം ഒരെണ്ണം 13 സെക്കൻഡ്, മറ്റേ ആൾ 26 സെക്കൻഡ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണ്, അതായത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ്, അപ്പോൾ ടൈം എന്ന് പറയുന്ന സ്പീഡുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇതെടുത്ത് തിരിച്ചിട്ടാൽ മതി സ്പീഡിൻ്റെ ഡിസ്റ്റൻസ് കിട്ടാൻ. അതായത് 26:13 വരും. ഇത് തമ്മിൽ ക്രോസ് ചെയ്ത് പോകാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്താ വരുന്നത്? ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ 26:13 വരും, അതായത് 2:1 വരും. അപ്പം അല്ലെങ്കിൽ വേണ്ട, അത് വെട്ടണ്ട. അപ്പം ഇവിടെ എന്താണ് ഈ ഡിസ്റ്റൻസ് കാണാൻ 13/26 ചെയ്യണം. അപ്പോൾ എത്രയായി? അപ്പോൾ അത് 338 വരും. ഒരു ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 338. ഇവിടെ എന്താണ് 338. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ട്രെയിനിൻ്റെയും കൂടെ ലെങ്ത്താണ്. അപ്പോൾ 338/338 പ്ലസ് 338 ചെയ്യുമ്പോൾ 676 മീറ്റർ എന്ന് വരും. 676 മീറ്റർ. ഇനി റിലേറ്റീവ് സ്പീഡ് എടുക്കണം. സ്പീഡിൻ്റെ റേഷ്യോ 26:13. സെയിം ഡയറക്ഷനിൽ പോകുമ്പം എന്താ സംഭവിക്കുന്നത്? 26-13 കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം റിലേറ്റീവ് ഡിസ്റ്റൻസ് എത്രയാണ്? 13 എന്ന് വരും. അപ്പോൾ 676 ഡിവൈഡ് ബൈ 13 ചെയ്യുമ്പോൾ എത്രയാണ്? 52 വരും. 52 സെക്കൻഡാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. ഇത് ഇങ്ങനെ അല്ലാതെയും ചെയ്യാമായിരുന്നു, കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാമായിരുന്നു. അതായത് ട്രെയിൻ എയുടെയും ബിയുടെയും ടൈം തന്നിട്ടുണ്ട്. എത്രയാണ്? 13 സെക്കൻഡെന്നും 26 സെക്കൻഡും. ഈ രണ്ടിൻ്റെയും കൂടെ LCM എടുക്കുമ്പോൾ എത്രയാണ്? 26 സെക്കൻഡ് തന്നെ വരും. 26 സെക്കൻഡ് തന്നെ വരും. അപ്പോൾ 26/13 ചെയ്യുമ്പം ഇവിടെ 2ഉം ഇവിടെ എന്താ 1 വരും. ഈ 2:1 എന്താണ്? ഇത് സ്പീഡിൻ്റെ റേഷ്യോ ആണ്. സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. നമുക്കിവിടെ കിട്ടിയ LCM 26 എന്നുള്ളതുണ്ടല്ലോ, അതിന് 26 മീറ്റർ എന്ന് എടുത്തോളാം. അപ്പോൾ ഒരു ട്രെയിനിൻ്റെ ലെങ്ത് 26 മീറ്റർ എന്ന് എടുത്തോളാം. അപ്പോൾ 2 ട്രെയിനിൻ്റെ ലെങ്ത് 26 52 മീറ്റർ ആവും. അത് ഡിവൈഡ് ബൈ സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആണ്. അപ്പം സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് കുറയും, അതായത് 2-1 പോയാൽ എത്രയും 1 വരും. അപ്പം 52/1 എന്ന് പറയുന്നത് 52 സെക്കൻഡ് കറക്റ്റ് ആൻസർ വരും. നമ്മൾ 26 മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു അസ്യൂം ചെയ്താൽ ഈ 13ഉം 26ഉം കൂടെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരു നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ LCM എടുത്തു. എന്നിട്ട് അതിന് ഒരു ട്രെയിനിൻ്റെ ലെങ്ത്തായിട്ട് അസ്യൂം ചെയ്യുമായിരുന്നു. അടുത്ത ചോദ്യം ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ ചുമ്മാ ആവറേജ് സ്പീഡ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യമാണ് എന്താ 100 മീറ്റർ പോയി, അത് കഴിഞ്ഞ് ഒരു 200 മീറ്റർ കൂടെ പോയി. ടോട്ടൽ ഡിസ്റ്റൻസ് ആയി. ടോട്ടൽ ടൈം ടേക്കൺ എത്ര? ആദ്യം 200 സെക്കൻഡ്, പിന്നെ ഒരു 400 സെക്കൻഡ്. 200 പ്ലസ് 400 ചെയ്യുമ്പോൾ എത്രയാണ്? 600 വരും. താഴെ 600 വരും, മുകളിൽ എന്താ 300 വരും. അപ്പം 300 മീറ്റർ ബൈ 600 സെക്കൻഡ് ഈക്വൽ ടു എന്താ? 0.5 മീറ്റർ പെർ സെക്കൻഡ് വരും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വുഡൻ സ്പിയർ ഉണ്ട്, റേഡിയസ് എന്ന് പറയുന്നത് 15/3 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന
അതിനകത്ത് എടുക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് പോസിബിൾ ക്യൂബാണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്ഫിയർ വരയ്ക്കാം. അത് കഴിഞ്ഞ് ഇങ്ങനൊരു ക്യൂബാണ്. ഈ ക്യൂബിൻ്റെ മാക്സിമം പോസിബിൾ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂബിൻ്റെ മാക്സിമം ഡയഗണൽ എത്രയാണ് വരുന്നത്? ഡയഗണൽ എന്ന് പറയുന്നത് ഇത്രയും വരും. അതായത് ഇങ്ങനെ നോക്കിയാൽ ഇത്രയും വരും. അതെന്ന് പറയുന്നത് എന്താ? ഈ ക്യൂബിൻ്റെ റേഡിയസ് തന്നെയായിരിക്കും. അപ്പം ഡയഗണൽ ഓഫ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3a ആണ്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ ആയിരിക്കും. കാരണം ഇത്രയും വരുന്നതെന്ന് പറയുന്നതാണ്. ഇത് ഡയമീറ്റർ, സ്ഫിയറിൻ്റെ ഡയമീറ്ററാണ് വരുന്നത്. അപ്പം ഡയമീറ്റർ കിട്ടാൻ ചെയ്യേണ്ടത് നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട് 15/3 അല്ല, ഇത് 15√3 ആണ്. അപ്പം √3a എന്ന് പറയുന്നത് എന്താണ്? 15 2 × 15√3 ആണ്. അതായത് എന്താ? 30√3 വരും. അപ്പം √3 കട്ട് ചെയ്ത് പോയി. a എന്ന് പറയുന്നത് എത്രയാണ്? 30 എന്ന് കിട്ടും. നമുക്ക് വേണ്ട എന്താ? ടോട്ടൽ സർഫസ് ഏരിയ വേണ്ട. സൈഡ് കിട്ടിയിട്ടുണ്ട് 30 സെൻറ്റിമീറ്ററാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്? 6a² ആണ്. അതായത് 6 × 30² വരും. എന്താ? 6 × 900 വരും. അത് എത്രയാണ്? 54 2 ഇട്ട് കൊടുക്കുക സെൻറ്റിമീറ്റർ². ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെന്താ? എത്ര മെറ്റാലിക് സ്ഫിയർ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ ഉപയോഗിച്ചാൽ വലിയൊരു സോളിഡ് സിലിണ്ടർ ഉണ്ടാക്കാൻ പറ്റും? അതിൻ്റെ ഡയമീറ്റർ 4 സെൻറ്റിമീറ്റർ ആയിരിക്കണം, ഹൈറ്റ് 54 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താ? രണ്ട് സൈഡ് വോളിയം സെയിം ആയിരിക്കണം. അതായത് ഒരു മെറ്റാലിക് സ്ഫിയറിൻ്റെ വോളിയം ഇൻറ്റു അങ്ങനെ എത്ര എണ്ണം എടുക്കുന്നോ അത് ഈക്വൽ ടു എന്താവും? ആ വലിയ സിലിണ്ടറിൻ്റെ വോളിയം ആവും. അപ്പോൾ ഒരു മെറ്റാലിക് സ്ഫിയറിൻ്റെ വോളിയം എത്ര? 4/3 πr³ ആണ്. അങ്ങനെ എത്ര എണ്ണം എടുക്കുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഈ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു സിലിണ്ടറിൻ്റെ വോളിയം എത്രയാണ്? πr² ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ? n × 4/3 × 22/7 × r എത്രയാണ്? ഇതിവിടെ ഡയമീറ്റർ തന്നേക്കുന്നത്. അപ്പോൾ 3/2 വരും. 3/2 × 3/2 × 3/2 ഈക്വൽ ടു 22/7 × r എത്രയാണ്? ഇവിടെ ഡയമീറ്റർ 4 സെൻറ്റിമീറ്റർ. അപ്പം റേഡിയസ് എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ വരും. 2 × 2 × 54 അല്ലേ? 54 വരും. ഇപ്പോൾ ഇവിടെ എന്താ? 22/7 22/7 കട്ട് ചെയ്ത് പോവും. ഇവിടെ ഒരു 3, ഈ ഒരു 3 കട്ട് ചെയ്ത് പോവും. ഈ 2 കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ 2 ബാക്കിയാവും. പിന്നെ ഒരു 2, ഈ 2 കൂടെ കട്ട് ചെയ്ത് പോവും. ബാക്കിയുള്ളത് എല്ലായിടത്തും എഴുതുമ്പോൾ എന്താ സംഭവിക്കുക? n × 3/2 × 3/2 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? 2 × 54 വരും. 3 54 കൂടി വെട്ടിപ്പോയാൽ എത്രയാണ്? 18 വരും. പിന്നെ ഒന്നും കൂടെ വെട്ടിപ്പോകാൻ പറ്റും. ഇവിടെ 6 വരും. അപ്പം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 × 2 × 2 × 2 12 24 × 2 ചെയ്യണം. 48 എന്ന് വരും. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പം ഈ ഷിഫ്റ്റിലെ എല്ലാ മാത്സിൻ്റെ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.